ഞാൻ കറിയാ പറയും. എൻ്റെ അച്ഛൻ കൊണ്ടുപോവില്ല പറഞ്ഞു പറയും. എൻ്റെ അച്ഛൻ കൊണ്ടുപോവില്ല എന്നെ പറഞ്ഞു എന്ന് പറയും. ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാ ഞാൻ പോവാ പറയും. ടാറ്റ കൊടുക്ക് ഹായ് പറയും. ഹായ് ഗൈസ് പറയേ, ഹായ് ഗൈസ് പറയും. പറയേ ഹായ് പറയും. ഹായ് പറയും. ഹായ് പറയും. ഇങ്ങനെ അച്ഛമ്മക്ക് ടാറ്റ കൊടുക്ക്. ഹേയ് ഗായ്സ്, ഞങ്ങളുടെ കുട്ടി വ്ളോഗിലേക്ക് സ്വാഗതം. കുറേ നാളായില്ലേ നമ്മുടെ വീഡിയോസൊക്കെ വന്നിട്ട്. അപ്പോൾ ഇതെനിക്കൊരു ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം എൻ്റെ ഒരു ചെറിയ ആഗ്രഹം ഇന്ന് നടക്കാൻ പോവുകയാണ് ഗൈസ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമ്മളിത് എവിടേക്ക് പോകണമെന്നറിയോ? അച്ഛൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ പോവാ. കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ പോവാ. സൂപ്പർ ആയിരിക്കുമോ കാണാൻ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാ? ചിരിച്ചാ ആദ്യം നോക്കിട്ട്. സൂപ്പർ ആയിരിക്കും, അച്ഛൻ്റെ ഹെയർ കട്ട് ചെയ്ത് സൂപ്പർ ആയിരിക്കും കാണാൻ. ഹെയർ കട്ട് ചെയ്യാൻ പോകും ഗൈസ്. ഹെയർ കട്ട് ചെയ്യുന്നതിൽ വിഷമമുണ്ടോ? ന്യൂ സ്റ്റൈൽ, ന്യൂ ലുക്ക്. അപ്പോൾ ഏട്ടൻ പറഞ്ഞ പോലത്തെ ആ ന്യൂ ലുക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ചിട്ടാണ് പോയത്. ഈ പെട്രോൾ പമ്പിൽ കുഞ്ഞിക്ക് കുറേ ഫാൻസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നില്ലേ കാണുന്ന ദുൽഖറില്ലേ, അതുപോലത്തെ ലുക്ക് വേണമെന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ ഏട്ടൻ പോണത്. അപ്പം ഇതാണ് കേട്ടോ ഞങ്ങൾ വന്നിരിക്കുന്ന സലൂൺ. ഇത് സഞ്ജോടിൻ്റെ ഫ്രണ്ടിൻ്റെ ആട്ടോ, അനൂപേട്ടൻ്റെയാണ്. അനൂപേട്ടനെ വീഡിയോയിൽ കാണിക്കണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ കുറേ ശ്രമിച്ചു, പക്ഷെ ആളില്ലാത്ത ക്ലിപ്പിങ്സ് ഒന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അനൂപേട്ടൻ കുഞ്ഞിനെ കണ്ട വഴിക്ക് എടുത്തുകൊണ്ട് പോയിട്ടോ. പക്ഷെ കുഞ്ഞ് ആദ്യമൊന്നും കുഴപ്പമുണ്ടായില്ല, പോവുകയൊക്കെ ചെയ്തു. പക്ഷെ അവിടെ എത്തിയതും ഒരേ കരച്ചിലായിരുന്നു. പിന്നെ ഏട്ടൻ പോയി എടുത്തപ്പോൾ ആൾ സെറ്റായി. അങ്ങനെ അനൂപേട്ടൻ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. സഞ്ജോടിന് ആക്ച്വലി നല്ല വിഷമമുണ്ട് കേട്ടോ. ഒരു 4 ഇയേഴ്സായിട്ട് ഏട്ടൻ കഷ്ടപ്പെട്ട് വളർത്തുന്ന മുടിയാണ്. അത് പോകുമ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാവുമല്ലോ. അതേ ഏട്ടനും നന്നായിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ പറഞ്ഞാണ് ഈ ഹെയർ ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. പിന്നെ നല്ല രീതിക്ക് ചെറിയ രീതിക്ക് കൊഴിച്ചിലൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ വെട്ടാലേന്ന് പറഞ്ഞാൽ അങ്ങനെ വെട്ടുന്നതാണ്. പക്ഷേ എനിക്കിത് ഈ ഹെയർ ടോട്ടലി എനിക്ക് ഇഷ്ടമേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കട്ട് ചെയ്യണില്ലേന്ന്. അങ്ങനെ ഇത് കട്ട് ചെയ്യുന്നതാ കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ ഏട്ടന് നല്ല വിഷമമുണ്ട്. മതി ഇത്രയും കട്ട് ചെയ്യേണ്ട, ഇത്ര ലെങ്ത്ത് കുറയ്ക്കേണ്ട അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാനിരുന്ന് അനുപേട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കട്ട് ചെയ്തോ കുഴപ്പമില്ല. എന്തിനു പറയണേ? കാര്യം പറയും. എന്താ കാര്യം പറയും? നീ വിഷയത്തിൽ തന്നെ പറഞ്ഞ. നീ നേരത്തെ അതല്ലല്ലോ പറഞ്ഞത്. എൻ്റെ അച്ഛൻ പോയി എന്ന് പറഞ്ഞത്. എന്താ പറഞ്ഞേ? ഇത് ഇഷ്ടായ? അച്ഛൻ ഇഷ്ടായ? സൂപ്പറാണോ? ഇതാണ് അച്ഛൻ. ഇതാരാ കുഞ്ഞി? മനസ്സിലായ? കുഞ്ഞ് ജനിച്ചപ്പോൾ തൊട്ടിട്ട് കുഞ്ഞിൻ്റെ അച്ഛനെ ഈ ഒരു ലുക്കിലല്ലേ കണ്ടിരിക്കുന്നത്. അവിടെ നിന്നൊരു ഡിഫറെൻറ്റ് ലുക്കായപ്പോൾ അവൾക്ക് തന്നെ ആക്ച്വലി അവൾ എന്നോട് പറഞ്ഞു അച്ഛൻ പോയി അമ്മ എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവൾക്ക് ഓക്കെ അവൾ ഇത്ര നാളും കണ്ടിരുന്ന ലുക്ക് അതല്ലേ, അവൾക്ക് മനസ്സിലാവില്ല എന്നുള്ള കാര്യം. പിന്നെ ഓക്കെ ആയിട്ടോ. പിന്നെ ഞാൻ അവൾക്ക് കുറച്ച് ഫ്രൂട്ട്സും വെള്ളമൊക്കെ കൊടുത്ത് അവളവിടെ സമാധാനപ്പെടുത്തിയിരുത്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അനൂപേട്ടനോട് ചോദിച്ചു, അനൂപേട്ടാ നമുക്കൊന്ന് ഇവളുടെ മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വിടാലേന്ന്. എൻ്റെ പൊന്നു, അവിടെ ഒരു 7 അയലാക്കിയിട്ടുണ്ട്. മൊട്ടയടിക്കുമ്പോൾ ഇത്ര കുഴപ്പമുണ്ടായില്ല. ഈ മുടി വെട്ടാൻ ഞങ്ങൾ നല്ല രീതിക്ക് കഷ്ടപ്പെട്ടു. പിന്നെ ഉള്ളതൊക്കെ പോലെ ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഇതാണ് ഇവരുടെ 2 പേരുടെ ന്യൂ ലുക്ക് കേട്ടോ, അച്ഛൻ്റെയും മോളുടെയും ന്യൂ ലുക്ക്. പക്ഷേ അനുപേട്ടന് കറക്റ്റായിട്ട് അവളുടെ മുടി കട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം കുഞ്ഞിരുന്നിട്ടില്ല, ഒരേ വാശിയായിരുന്നു. പിന്നെ ഇങ്ങനെയാണ്. പിന്നെ അതൊക്കെ ഞങ്ങൾ ഉച്ചയ്ക്കൊന്നും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല ആക്ച്വലി. അപ്പോൾ ജസ്റ്റ് ഒന്ന് സോഷ്യൽ കിച്ചണിൽ വന്നു കേട്ടോ. ഇത് നമ്മുടെ പാലക്കാടുള്ള സോഷ്യൽ കിച്ചണാണ്. നല്ല വൈബാണ്. പിന്നെ കുഞ്ഞിക്ക് ഇങ്ങനത്തെ വെള്ളച്ചാട്ടമുള്ള സ്ഥലങ്ങൾ, വെള്ളച്ചാട്ടമൊക്കെയുള്ള സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് വരുന്നത്. അതെ, ഇതാണ് കേട്ടോ ഏട്ടൻ്റെ ന്യൂ ലുക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ന്യൂ ലുക്കാണോ ഓൾഡ് ലുക്കാണോ ഭംഗി എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ദോശയൊക്കെ കഴിച്ചു, കുഞ്ഞിക്കും കൊടുത്തു. അപ്പം അത്രേ ഉള്ളൂ ഞങ്ങളുടെ ചെറിയ
ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബായ്.